കേരളത്തിലെ സ്ഥാനാർത്ഥികളായ യുവാക്കൾ ചേരുകയാണ്. അവരുടെ നെഞ്ചിടിപ്പ് ആണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലരും അതിനുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടാകും, പലർക്കും ടെൻഷൻ ഉണ്ടാവില്ല. നമ്മോടൊപ്പം ഇതേ ഒരു ചെറുപ്പക്കാരൻ ചേരുന്നു, വിനീത ഷിഹാസ്. നമ്മുടെ വടക്കാഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥി PN വൈശാഖ് തത്സമയം നമ്മോടൊപ്പം ചേരുകയാണ്. ഹായ് വൈശാഖ്, ആദ്യം ചോദിക്കട്ടെ, ടെൻഷൻ ഉണ്ടോ? നമസ്കാരം. ചെറിയ രീതിയിൽ മനുഷ്യന്മാരാണല്ലോ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയ ടെൻഷനുകളൊക്കെ ഉണ്ട്. എന്നാലും എന്തൊക്കെയാണ് ആത്മവിശ്വാസം തരുന്ന ഫാക്ടേഴ്സ്? ഈ അവസാന മണിക്കൂറുകളിൽ ഈ കണക്ക് കൂട്ടി എവിടെ എത്തിയിട്ടുണ്ട് വൈശാഖ്? വടക്കാഞ്ചേരിയിൽ ഒരു കംഫർട്ടബിൾ മാർജിനിൽ UDF തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, വടക്കാഞ്ചേരി കോൺഗ്രസിനാണ് ഏറ്റവും അധികം സ്ട്രൈക്ക് റേറ്റ് എടുത്തു കഴിഞ്ഞാൽ UDFിൻ്റെ സ്ഥാനാർത്ഥികളാണ് വടക്കാഞ്ചേരി നിയമസഭാ നിയോജക മണ്ഡലത്തിൽ മുമ്പ് വിജയിച്ചിട്ടുള്ളത്. 2 പ്രാവശ്യമാണ് ഇടതുപക്ഷം വിജയിച്ചിട്ടുള്ളത്. അത് ഒരു കാരണം. 2, വടക്കാഞ്ചേരിയിലെ ഇന്നും സാധാരണക്കാരോടൊപ്പം, വടക്കാഞ്ചേരിയിലെ ഒരു സാധാരണ ജനപ്രതിനിധിയാണ്, വടക്കാഞ്ചേരി നഗരസഭയിലെ കൗൺസിലറാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എപ്പോഴും ആളുകളോടൊപ്പം ഇടപഴകി അവരുടെ ഇടയിൽ നിന്ന് വളർന്നു വന്ന, അവരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കംഫർട്ടബിൾ മാർജിനിൽ വടക്കാഞ്ചേരി തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. ശരി, അപ്പോൾ ഈ വടക്കാഞ്ചേരി പറഞ്ഞതുപോലെ തന്നെ UDFന് ആധിപത്യമുള്ള, ചരിത്രം പരിശോധിച്ചാൽ UDFന് ആധിപത്യമുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ നിലവിൽ ഇടതിൻ്റെ കയ്യിലാണുള്ളത്. ഇടതിൻ്റെ MLA അത്ര മോശക്കാരനല്ല, അത്ര മോശമായൊരു പ്രവർത്തനമായിരുന്നില്ല എന്നുള്ളൊരു അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ അതുവഴിയൊക്കെ ഒന്ന് പാസ് ചെയ്ത് പോയിരുന്നു. അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ കേട്ടു. അപ്പോൾ ജനങ്ങളോട് നേരിട്ട് പോയി വോട്ട് ചോദിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് ലഭിച്ചൊരു ഫീഡ്ബാക്ക് എന്താണ്? അതോടൊപ്പം ഇത്തവണ മത്സരിച്ചതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുകളിൽ ഒരാളാണ് ഇപ്പോൾ വൈശാഖ്. അപ്പോൾ അത്തരത്തിലൊരു പരിഗണന, അത്തരത്തിലൊരു സ്നേഹം, ഒരു വാത്സല്യമൊക്കെ ആളുകളുടെ ഭാഗത്തുനിന്ന് കിട്ടിയോ? തീർച്ചയായിട്ടും വടക്കാഞ്ചേരിയിലെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അത് വ്യത്യസ്തമായ രീതിയിൽ ആളുകൾ അത്രയ്ക്കധികം അവരെ വീട്ടിലെ ഒരു കുട്ടിയെ കാണുന്നത് പോലെയാണ് എനിക്ക് തന്നിട്ടുള്ള ഓരോ സ്വീകരണ പോയിന്റിൽ പോകുമ്പോഴും, അതുപോലെ ഓരോ വഴികളിൽ പോകുമ്പോഴും, ഓരോ വീടുകൾ കയറുമ്പോഴും നമുക്ക് ലഭിച്ച സ്വീകരണം തീർച്ചയായിട്ടും അവരുടെ വീട്ടിലെ ഒരു കുട്ടി തെരഞ്ഞെടുപ്പിൽ എങ്ങനെ മത്സരിക്കുന്നു ആ രീതിയിലുള്ള റെസ്പോൺസാണ് ആളുകളുടെ കയ്യിൽ നിന്ന് ലഭിച്ചത്. അത് തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ടാവുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ വടക്കാഞ്ചേരിയിൽ കേരളത്തിൽ സമഗ്രമായൊരു മാറ്റം കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വടക്കാഞ്ചേരി മാത്രമായിട്ട് മാറ്റി നിർത്താൻ സാധിക്കില്ലല്ലോ. വടക്കാഞ്ചേരിയിൽ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഈ സർക്കാരിനെതിരെ, ഈ സർക്കാരിൻ്റെ കൊള്ളരുതാത്തരങ്ങൾ കൃത്യമായി ആളുകൾ നമ്മളോട് പറയാണ്. ഈ സർക്കാർ എങ്ങനെയും മാറണം, അത് ഏറ്റവും ആവശ്യമാണ്. വൈശാഖിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ ഒരു പൾസ് എന്താണ് വൈശാഖിന് കിട്ടിയത്? വടക്കാഞ്ചേരി മാത്രമല്ല, കേരളത്തിലാകെ ഈ പറഞ്ഞതുപോലെ യുവാക്കളുടെ വോട്ടുകൾ, കന്നി വോട്ടർമാർ, അവരൊക്കെ നിർണായകമാകും. അത്തരത്തിലൊരു അടിയൊഴുക്ക് കൂടി ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ എങ്ങനെയാണ് യുവാക്കളുടെ ഒരു ചിന്താഗതി എന്താണെന്നാണ് മനസ്സിലാക്കിയത് വൈശാഖ്? കഞ്ഞി വോട്ടർമാർ മാത്രമല്ല, ഈ ജെൻസി എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ 90s കിഡ്സ് എന്ന് വിളിക്കുന്ന ഒരു 30-35 വയസ്സിന് ചൂടെയുള്ള പുതിയ തലമുറയിലെ ആളുകൾ, ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇപ്രാവശ്യം കൃത്യമായി അത് UDFന് അനുകൂലമായിട്ട് തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. അതിന് അവർ പറയുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. അത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, അവരുടെ കൂടെ പഠിച്ചിരുന്ന ആളുകൾ, അവരുടെ കൂടെ ജോലി എടുത്തിരുന്ന ആളുകൾ, അവരാരും ഇന്ന് നമ്മുടെ നാട്ടിലില്ല. കഴിഞ്ഞ 10 വർഷത്തിൽ കേരളത്തിന് എന്ത് മാറ്റം ഉണ്ടായെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ചെറുപ്പക്കാർ, കേരളത്തിലെ ബ്രെയിനുകൾ മുഴുവൻ മറ്റ് രാജ്യങ്ങളിലേക്ക് കടത്തപ്പെട്ടു എന്ന് തന്നെ കൃത്യമായി പറയേണ്ടി വരും. അതുതന്നെയാണ് ഓരോ ചെറുപ്പക്കാരോടും സംസാരിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്നൊക്കെ ലഭിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ പുതിയ സാഹചര്യത്തിൽ, പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാവുന്ന സാഹചര്യമില്ല. അപ്പം ഞങ്ങളും മൈഗ്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ആലോചിക്കുകയാണെന്ന് പല പുതിയ തലമുറയിലെ കുട്ടികളും നമ്മുടെ അടുത്ത് പറയുമ്പോൾ ഏറ്റവും വേദനയോടെയാണ് അത് കേട്ടിരിക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു മാറ്റം, കേരളത്തിൽ സമഗ്രമായൊരു മാറ്റം, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും UDF അധികാരത്തിൽ വന്നാൽ ആ ഒരു മാറ്റം തന്നെയാണ് പുതിയ തലമുറ ആഗ്രഹിക്കുന്നത്. അത് തൊഴിലിടങ്ങളിലും, അതുപോലെ പുതിയ രീതിയിലുള്ള പുതിയ കോഴ്സുകൾ, മറ്റു പല രാജ്യങ്ങളിലുമുള്ള കോഴ്സുകൾ, അത് നമ്മുടെ നാട്ടിൽ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും, അത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ നമ്മുടെ നാട്ടിൽ എങ്ങനെ നിലനിർത്താൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് UDF സർക്കാർ പ്രകടന പത്രികയിലും അതുപോലെ ഉദ്ദേശിക്കുന്നത്. അതുപ്രകാരം ഈ നാട്ടിലെ ചെറുപ്പക്കാരെ പരിപൂർണ പിന്തുണ UDFനോടൊപ്പം ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്.
ശരി, താങ്ക് യു വൈശാഖ്. ഏതായാലും എല്ലാ ആശംസകളും, നമുക്ക് നാളെ ഈ സമയത്ത് വീണ്ടും കാണാം. എല്ലാ ആശംസകളും നേരുകയാണ്. PN വൈശാഖാണ് ചേർന്നത്. വടക്കാഞ്ചേരിയിൽ ഇതുപോലെ നല്ലൊരു ടൈറ്റ് ഫൈറ്റ് വൈശാഖിനെ കാത്തുവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.